നമസ്കാരം. ഫ്രാൻസിൽ നിന്ന് മലയാളികളെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഫ്രാൻസിലെ ഒരു സ്ഥലത്ത്, അതായത് ബ്ലോമെയിനിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വലിയൊരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. ഇവിടെ മലയാളികൾ അടങ്ങുന്ന നിരവധി വിദ്യാർത്ഥികൾക്ക് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അതായത് മലയാളി വിദ്യാർത്ഥികൾ താമസിച്ച വീട് അത് കത്തി നശിച്ചിരിക്കുകയാണ്. വലിയൊരു തീപിടുത്തം ഉണ്ടായിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികൾ ഒന്നടങ്കം ആശങ്കയിലാണ് എന്നാണ് അവിടെ നിന്ന് പുറത്തുവരുന്ന റിപ്പോർട്ട്. 13 വിദ്യാർത്ഥികളാണ് ഈ തീപിടുത്തം ഉണ്ടായിട്ടുള്ള വീട്ടിൽ ഉണ്ടായിരുന്നത് എന്നതാണ് വിവരം. വിദ്യാർത്ഥികളുടെ പാസ്പോർട്ട് അടക്കം രേഖകൾ, പ്രധാനപ്പെട്ട രേഖകളും വസ്തുക്കളും പുസ്തകങ്ങളും ഒക്കെ തന്നെ ഈ ഒരു തീപിടുത്തത്തിൽ കത്തി നശിച്ചു എന്നാണ് അവിടെ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ട്. വൻ പ്രതിസന്ധിയാണ് ഈ ഒരു തീപിടുത്തത്തിന്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികൾ ഒന്നടങ്കം നേരിടേണ്ടി വന്നിരിക്കുന്നത്. ഇതിന്റെ ആശങ്ക പങ്കുവെച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ വിദ്യാർത്ഥികൾ രംഗത്തെത്തുന്നുണ്ട്. മാറ്റിധരിക്കാൻ പോലും ഒരു വസ്ത്രം പോലും ഇല്ല എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിലവിൽ അവിടെ നിന്ന് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ എംബസിയും കേരള സർക്കാരും സഹായിക്കണം എന്നുള്ള അഭ്യർത്ഥനയുമായിട്ട് വിദ്യാർത്ഥികൾ രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി ഉറങ്ങുന്നതിനിടെയാണ് ഈ ഒരു വീടിന് തീപിടുത്തം ഉണ്ടായത്. ഈ തീപിടുത്തം ഉണ്ടായതുമായി ബന്ധപ്പെട്ട് മലയാളി വിദ്യാർത്ഥികൾ നിരവധി പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് ഇന്റർനാഷണൽ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മഴ പെയ്യുന്നത് പോലെയുള്ള ശബ്ദം കേട്ടുകൊണ്ടാണ് തങ്ങൾ പുറത്തേക്ക് വന്നത്. പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് തന്റെ വീടിന് തീപിടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് എന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. നല്ല പുകയൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. ഉടൻ തന്നെ വീടിൽ നിന്ന് പുറത്തിറങ്ങിയത് കൊണ്ട് ജീവൻ രക്ഷപ്പെട്ടു എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. പാസ്പോർട്ട് അടക്കം നിരവധി രേഖകളും വസ്ത്രങ്ങളും പുസ്തകങ്ങളും എല്ലാം തന്നെ കത്തി നശിച്ച നിലയിലാണ് ഇപ്പോഴുള്ളത്. അടുത്ത വെള്ളിയാഴ്ച നാട്ടിലേക്ക് പോകാനിരിക്കുന്നതിനിടെയാണ് മലയാളി വിദ്യാർത്ഥികളെ തേടി ഈ ഒരു അപകടം എത്തുന്നത്. ഈ അപകടം ഉണ്ടായതിന് പിന്നാലെ തന്നെ ഇനി നാട്ടിൽ പോകാൻ പാസ്പോർട്ടും രേഖകളും ഒന്നും ഇല്ലാതെ ആശങ്കയിൽ നിൽക്കുന്ന മലയാളി വിദ്യാർത്ഥികളെയാണ് അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. എംബസിയുടെയും കേരള സർക്കാരിന്റെയും സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് നിലവിൽ വിദ്യാർത്ഥികൾ. ഉടൻ തന്നെ ഇവർക്ക് വേണ്ടുന്ന സഹായങ്ങളും നടപടികളും ഒക്കെ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് രാജ്യം. അതേസമയം ഇത്തരത്തിലുള്ള സമാന രീതിയിലുള്ള ഒരു സംഭവം ഇതിനു മുമ്പ് പാരീസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അതായത് മലയാളി വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന ഒരു സംഘത്തിന് ഇത്തരത്തിലൊരു തീപിടുത്തത്തിൽ അകപ്പെടേണ്ടി വന്നിരുന്നു. പാരീസിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾ താമസിച്ച ഒരു കെട്ടിടത്തിനാണ് അന്ന് തീപിടുത്തം ഉണ്ടായത്. ഉത്തരേന്ത്യൻ വിദ്യാർത്ഥികളിൽ ഒരാൾക്ക് അന്ന് നിസ്സാരമായിട്ടുള്ള പരിക്കുകൾ അടക്കം ഏറ്റിരുന്നു. 27 ഇന്ത്യൻ വിദ്യാർത്ഥികൾ, അതിൽ 8 പേർ മലയാളികളായിരുന്നു എന്നതാണ് അന്ന് ഏറ്റവും കൂടുതൽ ഞെട്ടലോടെ കണ്ട കാര്യം. അവരെ അന്ന് സുരക്ഷിതമായി മാറ്റി താമസിപ്പിക്കുകയാണ് ഉണ്ടായത്. എന്നിരുന്നാലും വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ രേഖകളും പാസ്പോർട്ടുകളും അടക്കം പ്രധാനപ്പെട്ട രേഖകളൊക്കെ കത്തി നശിച്ചത് അന്നും ആ ഒരു വിദ്യാർത്ഥികൾക്ക് വലിയ ആശങ്ക ഉണ്ടാക്കിയൊന്നു തന്നെയാണ്. ഏകദേശം ഏപ്രിൽ 9-നായിരുന്നു അങ്ങനെ ഒരു അപകടം നടന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. മാനേജ്മെന്റ് എഞ്ചിനീയറിംഗ് പഠനത്തിനായി ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ താമസിച്ച താൽക്കാലിക പ്ലാസ്റ്റിക് മുറികളിലായിരുന്നു തീപിടുത്തമുണ്ടായത്. റെഫ്രിജറേറ്ററിലെ ഷോർട്ട് സർക്യൂട്ട് മൂലമായിരുന്നു അന്ന് തീപിടുത്തം ഉണ്ടായതെന്നാണ് വിദ്യാർത്ഥികൾ വ്യക്തമാക്കിയത്. പാരീസിൽ സ്വദേശിയായിട്ടുള്ള വീടിന്റെ ഉടമ കസ്റ്റഡിയിലാകുകയും ചെയ്തിരുന്നു. വിവിധ സംഘടനകളുടെയും വ്യക്തികളുടെയും സഹകരണത്തോടെ ഇന്ത്യൻ എംബസി വിദ്യാർത്ഥികളെ ആദ്യ 2 ദിവസത്തേക്ക് ഹോട്ടലുകളിലേക്ക് താമസിപ്പിച്ചു. പിന്നീട് അവരെ വ്യത്യസ്ത വീടുകളിലേക്ക് മാറ്റി താമസിപ്പിക്കുകയാണ് ഉണ്ടായത്. ഒരു മാസത്തേക്ക് താൽക്കാലിക താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുമെന്ന് അന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നു. പോലീസ് കേസെടുത്തതിന് ശേഷം മാത്രമേ പാസ്പോർട്ടും മറ്റ് രേഖകളും വീണ്ടെടുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കാൻ കഴിയൂ എന്നാണ് അന്ന് എംബസി അറിയിച്ചത്. പണവും ലാപ്ടോപ്പും സർട്ടിഫിക്കറ്റും കത്തി നശിച്ചതിനാൽ വിദ്യാർത്ഥികൾ ആകെ അസ്വസ്ഥരായിരുന്ന ഒരു കാഴ്ചയാണെന്ന് അവിടെ കാണാൻ സാധിച്ചത്. ഇന്ന് അതേ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം. അതായത് ഫ്രാൻസിലുണ്ടായിട്ടുള്ള തീപിടുത്തത്തിന്റെ ഭാഗമായിട്ട് അകപ്പെട്ട വിദ്യാർത്ഥികൾക്കും പറയാനുള്ളത് തങ്ങളുടെ എല്ലാവിധത്തിലുള്ള സർട്ടിഫിക്കറ്റുകളും പാസ്പോർട്ട് അടക്കം വിദ്യാഭ്യാസ രേഖകളടക്കം എല്ലാം തന്നെ കത്തി നശിച്ച നിലയിലാണ്. ഇനി തിരികെ നാട്ടിലേക്ക് എത്തണമെങ്കിൽ ഈ പറയുന്നത് പോലെ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ എന്താണ് തീപിടുത്തത്തിന് കാരണം എന്നത് ഇതുവരെ വ്യക്തമായിട്ടില്ല. അതിലൊരു അന്വേഷണം വേണ്ടതുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എന്തായാലും ആ ഒരു മലയാളി വിദ്യാർത്ഥികളെ ഉടൻ തന്നെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ കേരളത്തിന്റെ ഭാഗത്തു നിന്നും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഈ മലയാളി വിദ്യാർത്ഥികളുടെ കുടുംബം നിലവിൽ നിൽക്കുന്നത്.